ഈ ഗജദിനത്തിൽ തൃശ്ശൂർകാർക്ക് പറയാനുള്ളത് പൂരങ്ങൾക്ക് ആനകളെ കിട്ടാനില്ല എന്നുള്ള കാര്യമാണ്. ഓരോ ദിവസവും പേരുകേട്ട നാട്ടാനകളാണ് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആനകളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാനും ഇപ്പോൾ അനുവദനീയമല്ല. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 140 നാട്ടാനകളാണ് സംസ്ഥാനത്ത് കുറഞ്ഞിട്ടുള്ളത്. 350-ൽ താഴെ നാട്ടാനകൾ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. 2018-ൽ 521 നാട്ടാനകൾ സംസ്ഥാനത്തുണ്ടായിരുന്നിടത്താണ് ഈ മാറ്റം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഉത്സവങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കാൻ ഇതോടെ വേണ്ടത്ര നാട്ടാനകൾ ഇല്ലാതായി. 20 വർഷം മുൻപ് 1000-ലധികം നാട്ടാനകൾ കേരളത്തിലുണ്ടായിരുന്നു. പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ആനകളുടെ എണ്ണം നാട്ടാനകൾ കുറഞ്ഞതോടുകൂടി വെട്ടിച്ചുരുക്കി. ചിലയിടങ്ങളിൽ ആനകൾ ഇല്ലാതായി, ചിലയിടങ്ങളിൽ ആനകളെ ഉപയോഗിക്കാൻ കഴിയാതായി. തൃശൂർ പൂരം ഉൾപ്പെടെ വലിയ പൂരങ്ങളിലും കഴിഞ്ഞ വർഷം പ്രതിസന്ധി ഉണ്ടായി. വരും വർഷങ്ങളിൽ ഈ പ്രതിസന്ധി കടുക്കുമെന്നാണ് പൂരപ്രേമികൾ പറയുന്നത്. ഈ നിലയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ്. തൃശ്ശൂർ പൂരത്തിന് തന്നെ ഏകദേശം 100-ലധികം ആനകൾ, 150ഓളം ആനകൾ വേണം. ഈ 300-ൽ പരം നാട്ടാനകൾ നിലവിലുള്ള ഈ സ്ഥലത്ത് ഈ 300-ൽ നിന്നും നാട്ടാനകളിൽ ഏകദേശം 100ഓളം ആനകൾ മറ്റ് നീരും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുകയായിരിക്കും. അതിൽ തന്നെയുള്ള ഈ ആനകളിൽ കാട്ടകാമ്പാലടക്കമുള്ള നിരവധി പൂരങ്ങൾ ഇതേ സമയത്തുണ്ട്. ഈ പൂരങ്ങളുള്ളത് കൊണ്ട് ഈ 100 ആനകളെ കിട്ടാൻ തൃശ്ശൂർ പൂരത്തിനടക്കം ബുദ്ധിമുട്ടുള്ള കാലമാണ്. ആനകളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുണ്ട്. എന്നാൽ കർക്കശമായ ചട്ടങ്ങൾ ഇപ്പോഴും അതിന് വിലങ്ങുതടിയാവുകയാണ്. ട്രാൻസ്ഫർ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ആനകളെ കൊണ്ടുവരാനുള്ള നിയമം മാറിയിട്ടുള്ള ഇത് ഒപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവിടെ ചില NGOസിൻ്റെ കടുംപിടുത്തം കാരണം അത് മുടങ്ങണമെന്നാണ് നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത്. 2012-ന് മുൻപ് വരെ സോൻപൂർ മേളയിൽ നിന്നുൾപ്പെടെ ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. വരും വർഷങ്ങളിൽ ഈ നിയന്ത്രണം തുടർന്നാൽ കേരളത്തിലെ ഉത്സവങ്ങൾ ഇല്ലാതാകും. 10 വർഷം കൊണ്ട് ഉത്സവങ്ങൾക്ക് ഒരാനയെ പോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.